കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഹൂഗ്ലി. ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ ഏകദേശ നീളം? ഉത്തരം 6100 കിലോമീറ്റർ. താഴെ പറയുന്നവയിൽ കൂട്ടുന്നതിൽപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, കോറമന്റൽ തീരം. ആൻഡമാനിലെ ദ്വീപുകളുടെ ഏകദേശ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 200. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. മഹാനദിയുടെ നീളം? ഉത്തരം 857 കിലോമീറ്റർ. രാജസ്ഥാന്റെ ഏത് ഭാഗത്തായിട്ടാണ് ബാമർ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പടിഞ്ഞാറ്. അലർന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും എന്തിന്റെ പ്രധാന സവിശേഷതയാണ്? ഉത്തരം കാൽ ബൈശാഖി. ജെറ്റ് പ്രവാഹം കടന്നു പോകുന്ന അന്തരീക്ഷ പാളി? ഉത്തരം ട്രോപ്പോപാസിലൂടെ. ഇന്ത്യയിലെ ഋതുക്കളെ പ്രധാനമായും എത്രയായി തിരിക്കാം? ഉത്തരം 4. ബാരൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ധാരാളമായി കാണുന്ന മണ്ണിനം ഏതാണ്? ഉത്തരം ചെമ്മണ്ണ്. ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് എന്താണ്? ഉത്തരം ഉത്തരപർവ്വതനിര. ഹിമാലയ പർവ്വതനിരയുടെ ഏകദേശ നീളം? ഉത്തരം 2400 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം? ഉത്തരം ഉത്തര മഹാസമുദ്രം. രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള? ഉത്തരം ജോവാർ. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണുന്ന മണ്ണ്? ഉത്തരം കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ അറബിക്കടലിൽ ചേരുന്ന നദി ഏതാണ്? ഉത്തരം നർമ്മദ. വാരണാസി സ്ഥിതി ചെയ്യുന്ന നദീതീരം? ഉത്തരം ഗംഗ. ഇന്ത്യയുടെ ഉത്തര അക്ഷാംശ സ്ഥാനം ഏതാണ്? ഉത്തരം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. താഴെ പറയുന്നവയിൽ ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ബി. ഇന്ത്യയുടെ വിസ്തൃതി എത്ര ദശലക്ഷം ചതുരശ്ര മീറ്റർ ആണ്? ഉത്തരം 3.28. മറ്റ് പ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ളത്? ഉത്തരം ഉത്തര മഹാസമതലം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഉത്തരം താപ്തി. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ഉത്തരം കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭാഗമായ പീഠഭൂമി? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ്? ഉത്തരം എക്കൽ മണ്ണ്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം? ഉത്തരം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൈവാംശം കൂടുതലുള്ള മണ്ണ്? ഉത്തരം പർവ്വത മണ്ണ്. വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന വനങ്ങൾ? ഉത്തരം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം? ഉത്തരം മൗസിൻഡ്രം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വത നിരകൾക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശം? ഉത്തരം ഓപ്ഷൻ സി. ഉത്തര മഹാസമതലം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഓപ്ഷൻ സി. എവറസ്റ്റ്. സൊഹറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം ചിറാപുഞ്ചി. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി. 1857 കലാപത്തെ സംസ്കാരമുള്ളവരും സംസ്കാരമില്ലാത്തവരും തമ്മിലുള്ള പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. ടി.ആർ. ഹോംസ്. നഗോഡകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക.
ഉത്തരം ഓപ്ഷൻ ബി മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര വസ്തുതകൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പഴശ്ശി കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ്.